ഹരേ കൃഷ്ണ. ഇന്നത്തെ പാഠം ക്ലാസ്സിലേക്ക്, ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപിചന്ദ്ര വല്ലഭ ജയ ഗിരിവരധാരി, ജയ ഗോപിചന്ദ്ര വല്ലഭ ജയ ഗിരിവരധാരി. ഹരി തീരാവനചാരി. ഇത് നേരെ വരുന്നു നോക്കണം. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീ സരസ്വതീ വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീത്തമശ്ലോകേ ഭക്തിർ ഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കുലംഘൈ ദേഹിരം കൃപാ വന്ദേ തമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. കൃഷ്ണ, നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ശ്ലോകം ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 59-ാം ശ്ലോകമാണ്. ഇത് കഴിഞ്ഞിട്ട് വിഷയാ വിനിവർത്തന്തി നിരാഹരസ്യ ദേഹിനാ രസവാർജം രസോപൃച്ഛ്യ പരം നിഷ്ഠ നിവർത്തതേ. വിഷയാ വിനിവർത്തന്തി നിരാഹാരസ്യ ദേഹിനാ രസവാർജം രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തതേ. വിഷയാ വിനിവർത്തന്തി നിരാഹാരസ്യ ദേഹിനാ രസവർജം രസോ അപ്യസ്യ പരം ദൃഷ്ട നിവർത്തതേ. വാക്കർത്ഥം: നിരാഹാരസ്യ അമിതവിധികൾ അനുഷ്ഠിക്കുന്ന ദേഹിക്ക് വിഷയങ്ങൾ രസവർജ രസം ഒഴികെ വിനിവർത്തന്തി പിന്തിരിയുന്നു. അസ്യ അവൻ്റെ രസ അപി രസം പോലും പരം അതിശ്രേഷ്ഠമായി ദർശിച്ചിട്ട് നിവർത്തതെ മങ്ങുന്നു. വിവർത്തനം ഭാവാർത്ഥവും ശ്രീലപ്രഭുപാദർ കി ജയ്. വിവർത്തനം: ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിയന്ത്രിതനായാലും ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള അഭിരുചി നിലനിന്നേക്കാം. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. വിവർത്തനം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിയന്ത്രിതനായാലും ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള അഭിരുചി നിലനിന്നേക്കാം. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. ഭാവാർത്ഥം വായിക്കാം. അതീന്ദ്രിയ അവസ്ഥയിലല്ലാതെ ഇന്ദ്രിയ സുഖാനുഭൂതിയിൽ നിന്ന് വിരമിക്കുക സാധ്യമല്ല. നിയമങ്ങൾ കൊണ്ടും നിയന്ത്രണം കൊണ്ടും
ഇന്ദ്രിയാനുഭവങ്ങളെ തടയുന്നത് ഒരു രോഗിക്ക് ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ വിലക്കുന്നത് പോലെയാണ്. അത്തരം വിലക്കുകൾ രോഗിക്ക് ഇഷ്ടപ്പെടാറില്ല. ആ ഭക്ഷ്യവസ്തുക്കളെ ആസ്വദിക്കാനുള്ള ആഗ്രഹം അയാൾക്ക് കുറയുന്നതുമില്ല. അതുപോലെയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം തുടങ്ങിയ ഉൾക്കൊള്ളുന്ന അഷ്ടാംഗ യോഗാദി പ്രക്രിയകൾ ബുദ്ധി കുറഞ്ഞവർക്കായി വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൃഷ്ണാവബോധത്തിൻ്റെ പുരോഗമനത്തിൽ പരമപുരുഷനായ കൃഷ്ണഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ചവനാകട്ടെ ജഡമായ ഭൗതിക പദാർത്ഥങ്ങളിൽ ആസക്തി തീരെ ഉണ്ടാവില്ല. ആത്മീയ ജീവിതത്തിന് മുന്നേറ്റത്തിൽ അല്പബുദ്ധികളായ പൊതുവിദ്യാർത്ഥികൾക്ക് വിധിക്കപ്പെട്ടവയാണ് നിബന്ധനകളെല്ലാം. മാത്രമല്ല, ഈ നിബന്ധനകളുടെ ആവശ്യമുള്ളൂ. ശരിക്കും കൃഷ്ണാബോധം മുതിച്ചിട്ടുള്ളവനാകട്ടെ തുച്ഛ വിഷയങ്ങളിലുള്ള ആസക്തി താനെ നശിക്കും. ഓമജ്ഞാനതിവ്രന്ദസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുരുന്മീലിനം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി. അത് കേൾക്കാമോ? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. പ്രഭു എന്തെങ്കിലും കേൾക്കാമോ? സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രഭു. കേൾക്കാം പ്രഭു, കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കാം. ശരി. എൻ്റെ ഇതങ്ങ് ഡിസ്പ്ലേ പോയി. അതാണ് കേൾക്കാം. ശരി ശരി. വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമിനി നമസ്തേ സരസ്വതീദേവേ ഗൗരവാണ പ്രചാരിണി നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ സിംഹശന്ദാസധികാരി നാമിനേ നമോ പ്രഭാതനക പരമോക്തിക്ക് ബാത്മിനേ ഗൗരദേശ വികാസാർത്ഥ ഉത്തമ ഭക്തി വർഷിണേ. ഇവിടെ ഭാഗവതം ഉറപ്പു നൽകുന്ന ഒരു കാര്യം, ഏത് വ്യക്തിയായാലും അവബോധത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആൾ ആണെങ്കിൽ അദ്ദേഹം സ്ഥിരമായി ഭഗവത് സേവനത്തിൽ മുഴുകുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഋഷിമാരെ പോലുള്ള ഗുണങ്ങൾ തന്നെ വന്നു ചേരും എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാളിൽ ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള ത്വര സ്വാഭാവികമായും കുറഞ്ഞു വരും. മറ്റു വിധത്തിൽ അതികഠിനമായ പരിശീലനങ്ങൾ ഒന്നും ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വികസിതമായ ആത്മാവ് താൻ ശാശ്വതമായ ഭഗവാന്റെ സേവകനാണെന്ന് മനസ്സിലാകും.
ആ പ്രവർത്തികൾ പൂർണ്ണമായും സംതൃപ്തനാവുകയും ചെയ്യും. ഇന്ദ്രിയങ്ങൾ കൃത്യമായി നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. പക്ഷേ ഒരാൾ കൃഷ്ണാവബോധത്തിൽ വരികയാണെങ്കിൽ ഇന്ദ്രിയങ്ങളെ ആഗ്രഹങ്ങളെ നിർത്താൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ ഈ ശ്ലോകത്തിൽ ആത്മീയമായ ഒരു തലത്തിൽ എത്തിപ്പെട്ടാൽ മാത്രമേ ഇന്ദ്രിയ ആസ്വാദനത്തിന് നിയന്ത്രിക്കാൻ രുചി ഉണ്ടായിരിക്കും. ഇത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അയാൾ സ്ഥിതപ്രജ്ഞനാണ്. അപ്പോൾ ആരാണ് സ്ഥിതപ്രജ്ഞൻ എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. ഇവിടെ 58-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ആമ തൻ്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് പിൻവലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. ഇതുകൂടാതെ ശ്ലോകം 56-ലും ഭഗവാൻ കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് സ്ഥിതപ്രജ്ഞനെ പറ്റി പറയുന്നു. ത്രിവിധ ക്ലേശങ്ങൾക്കും നടുവിലും മനസ്സു പ്രക്ഷുബ്ധമാകാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. ഇവിടെ ത്രിവിധ ക്ലേശങ്ങൾ എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ത്രിവിധ ക്ലേശങ്ങൾ? നമുക്കറിയാമല്ലോ. ആധ്യാത്മിക, ആദിഭൗതികം, ആദിദൈവികമായ ത്രിവിധ ക്ലേശങ്ങളാണ്. ആധ്യാത്മികമായ ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ക്ലേശങ്ങളെയാണ്, വെളിയിൽ നിന്നല്ല ഉള്ളിൽ നിന്നുണ്ടാകുന്ന ക്ലേശങ്ങളെയാണ് ആധ്യാത്മിക ക്ലേശങ്ങൾ എന്ന് പറയുന്നത്. ആദിഭൗതിക ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ അന്യജീവികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരിൽ നിന്നോ നമുക്കുണ്ടാകുന്ന ആക്രമണങ്ങളോ അതുകൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ. ആദി ദൈവികമെന്ന് പറഞ്ഞാൽ ദൈവികമായ പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഭൂകമ്പം, കാറ്റ്, പ്രളയം, ഇതുപോലുള്ള മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്ക് അധീനമല്ലാത്ത രീതിയിലുള്ള ശക്തികളിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ. അത് പ്രകൃതി ദുരന്തം, സുനാമി, അല്ലെങ്കിൽ അതുപോലെ ചുഴലിക്കാറ്റുകൾ, കടൽ ക്ഷോഭം, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതാണ് ഈ ആദി ദൈവികം എന്നുള്ളതിൽ. എന്നാൽ ഇത് 3 വിധത്തിലുള്ള ക്ലേശങ്ങളാണ് മനുഷ്യനുള്ളത്. ഈ 3 വിധത്തിലുള്ള ക്ലേശങ്ങൾക്കും നടുവിലും, അങ്ങനെയുള്ള ഒരാൾക്കും, അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ആൾക്കാണെങ്കിൽ പോലും മനസ്സ് പ്രക്ഷുബ്ധമാകാതെയും മനസ്സ് ഇളക്കം സംഭവിക്കാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ വളരെയധികം കൃഷിവാര്യന്മാരും യോഗികളും അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വളരെ സാധനകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കാണ് ഇത് കൂടുതലായിട്ടും അവർ പരിശീലിക്കുന്നത്. നമ്മളതൊന്നും പരിശീലിക്കാത്തതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഇതാണ്, ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ കൊണ്ടും ഭഗവാനോട്ടുള്ള പ്രേമഭക്തിയിൽ ലയിച്ചു ചേരുന്ന ആൾക്കാർക്കും ഇതുപോലെ സ്ഥിതപ്രജ്ഞനാകാൻ സാധിക്കും. പക്ഷേ ശ്രീല പ്രഭുപാദർ ഇവിടെ അഷ്ടാംഗ യോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നു, അത് ബുദ്ധി കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് അഷ്ടാംഗയോഗം. എന്നാൽ അതിന് എന്നിരുന്നാലും ഈ അഷ്ടാംഗയോഗം വളരെ വ്യാപകമായിട്ട് പലരുമൊക്കെ പരിശീലിക്കുന്നതുകൊണ്ട് എന്താണ് ഇതെന്നൊന്ന് നമുക്കൊന്ന് അറിഞ്ഞു വച്ചിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ അഷ്ടാംഗ യോഗത്തിനെ കുറിച്ച് അല്പം ഇവിടെ പറയാമെന്ന് വിചാരിക്കുന്നു. അഷ്ടാംഗ യോഗയ്ക്ക് അഷ്ടാംഗ യോഗയുടെ പിതാവ് ഒരു ഇന്ത്യൻ ഗുരുവായിരുന്ന പട്ടാഭി ജോയ്സ് ആണ്. ഒരു വ്യായാമ രീതിയിൽ ഈ യോഗം വികസിപ്പിച്ചെടുത്തു. ഇത് ഒരു തരത്തിലുള്ള യോഗക്രമങ്ങളാണ്.
ഇത് ആസനങ്ങൾ ഒരു പ്രത്യേക സമയക്രമത്തിൽ ആവർത്തിക്കുന്നു. അത് അച്ചടക്കത്തോടെ ചെയ്യുമ്പോൾ പേശികൾക്കും അയവും ശക്തിയും നൽകുന്നു. കൂടാതെ ഏകാഗ്രത ഉണ്ടാകാനും നല്ലതാണ്. ഈ അഷ്ടാംഗ യോഗയ്ക്ക് 8 പടികളുണ്ട്. അതിൽ ഒന്ന് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ആദ്യത്തെ സ്റ്റെപ്പ് ആയ യമയിൽ 5 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് അഹിംസ, നോൺ വയലൻസ്. അത് പരിശീലിക്കുന്നവർക്ക് ദയ ഉണ്ടാവും, സഹാനുഭൂതി ഉണ്ടാവും. സത്യ, ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധനായിരിക്കുക. മൂന്നാമത്തത് അഷ്ടേയ, നോൺ സ്റ്റീലിംഗ്, മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ തട്ടിയെടുക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യാതിരിക്കുക. 4 ബ്രഹ്മചര്യം, സെലിബസി, സ്വയം നിയന്ത്രിക്കുക, പരിശുദ്ധനായിരിക്കുക. 5 അപരിഗ്രഹ, അത് ആർത്തി, ആസക്തി എന്നിവ ഇല്ലാതായിരിക്കുക. ആർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകുമല്ലോ, അതിനോടുള്ള എല്ലാം ആസക്തിയും. അതുപോലെ തന്നെ ആസക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും വസ്തുവിനോടുള്ള, ആളിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോടുള്ള പ്രത്യേകമായ അറ്റാച്ച്മെൻറ്റിന് ആസക്തി എന്ന് പറയുന്നത്. ആസക്തിക്കകത്തും ഗ്രീഡ്, ആർത്തിയും പാടില്ല. അത് കംപ്ലീറ്റ് നിയന്ത്രിച്ച് നിർത്തണം എന്നാണ് പറയുന്നത്. ഇത് 5 ഘടകങ്ങളാണ് ആദ്യത്തെ സ്റ്റെപ്പ് ആയ യമയിലുള്ളത്. രണ്ടാമത്തെ പടിയായ നേമയിൽ 1 ശൗച്യ, ക്ലീൻനെസ്, മനസ്സും ബുദ്ധിയും ശുദ്ധമായിരിക്കുക. 2 സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ വിത്ത് വാട്ട് വി ഹാവ്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തമാകുക. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമുക്ക് ഇപ്പോഴും തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് എത്ര കിട്ടിയാലും പിന്നെയും കൂടുതൽ വേണം എന്നുള്ള ചിന്താഗതി, അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഭ്രമം കൊണ്ട് ഒരിക്കലും നമ്മൾ കിട്ടിയ സാധനത്തിനകത്ത് തൃപ്തി ഉണ്ടാകില്ല. അതുകൊണ്ട് തൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആർത്തി, അതുപോലെ ആസക്തിയും എല്ലാം മാറ്റണം. അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ സാധനത്തിന് വെച്ച് തൃപ്തനാവുക എന്നുള്ളതാണ്. എത്ര കിട്ടിയാലും അത് എത്ര കുറവാണെങ്കിൽ പോലും അത് വെച്ച് തൃപ്തനാവുക എന്നുള്ളതാണ്. ഇനി അതിനകത്ത് തന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് തപസ്, ആസ്റ്ററിറ്റി. അത് ഒരു സഹനശക്തിയാണ്. നമുക്ക് ഈ വളരെയധികം ഹാർഡ്ഷിപ്സ് ഉണ്ടാകുമല്ലോ ചില സമയത്തൊക്കെ, ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടും ദുരന്തങ്ങളും എല്ലാം ഉണ്ടാകുന്നതിനെയൊക്കെ സഹിക്കാനുള്ള ഒരു കഴിവ്. അതുകൂടാതെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന പലരും ഉണ്ടാകാം. അവർ പല ദൂഷണങ്ങൾ പറയുന്നവർ കാണാം. ചിലപ്പം മറ്റ് വിധത്തിലൊക്കെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെയൊക്കെ ആ പ്രവർത്തികളെ ക്ഷമിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും പഠിക്കണം. അതിനുള്ള പരിശീലനം നടത്തുന്നു. അതാണ് ഈ സഹനശക്തി, സഹിഷ്ണുത എന്ന് പറയുന്നത്. നാലാമത്തെ ഘടകം സ്വാധ്യായ ഓർ സെൽഫ് സ്റ്റഡി. നമുക്ക് പുരാണങ്ങളും സ്ക്രിപ്ചർ, വേദസംസ്കാരങ്ങളും വേദങ്ങളുമെല്ലാം സ്വയം പഠിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ സ്പിരിച്വൽ ജേണി, നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് സ്വാധ്യായ, നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും അത് നിർത്താൻ പാടില്ല. ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മളെപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കുക. അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. 5 ഈശ്വര പ്രാണിധാന, 5ാമത്തെ ഘടകം. കംപ്ലീറ്റ് സറണ്ടർ ടു ദ ഗോഡ് എന്നുള്ളതാണ്. ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. 3ാമത്തെ പടി ആസന. ആസന എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം, ആസനം, യോഗാസനങ്ങൾ, ഫിസിക്കൽ പോസ്ചർ, സ്റ്റേബിൾ ആൻഡ് കംഫോർട്ടബിൾ. സ്റ്റേബിൾ ആയിരിക്കണം, കംഫോർട്ടബിളും ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള പോസ്ചർ അത് പരിശീലിക്കുക എന്നുള്ളതാണ് ആസനങ്ങൾ. ആ പലവിധത്തിലുള്ള ആസനങ്ങളും നമ്മൾ സ്കൂളുകളിലും മറ്റ് കോളേജുകളിലും അതുപോലെ മറ്റ് പൊതുസ്ഥലങ്ങളിലൊക്കെ അതിന് യോഗാസനങ്ങൾ ആളുകളെ പരിശീലിപ്പിക്കാനൊക്കെ വീടുകളിൽ വന്ന് തന്നെ പരിശീലിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആസനങ്ങൾ ഏതെങ്കിലും
സെലക്ട് ചെയ്ത് നമുക്ക് പറ്റിയ ആസനങ്ങൾ 5-6 പ്രാവശ്യമെങ്കിലും ദിവസവും റിപ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ ചെയ്യാമെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. 4-ാമത്തെ പടി പ്രാണായാമ, ബ്രീത്ത് കൺട്രോൾ. ഇത് നമ്മുടെ ശ്വാസത്തിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്. ആ ശ്വാസത്തിനെ നിയന്ത്രിക്കുമ്പോൾ തന്നെ നമുക്ക് അതുകൊണ്ടനുബന്ധിച്ച് പലതിനെയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രീത്ത് കൺട്രോൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അത് പ്രാണായാമമാണ്. ബ്രീത്ത് നമ്മൾ എങ്ങനെ എത്രത്തോളം നമുക്ക് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു, അത് തിരിച്ചതുപോലെ വിടുന്നു, തിരിച്ച് ലങ്സിൻ്റെ ശ്വാസകോശത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെ കഴിവിനെ വളരെയധികം കൂട്ടാനും സാധിക്കും. ഇതാണ് പ്രാണായാമം. പ്രാണായാമം നമ്മുടെ ശരീരത്തിന് വേണ്ട ഓക്സിജൻ, ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ ലഭിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഊർജം കൂടുതലുണ്ടാകും. ശരീരത്തിൽ കൂടുതൽ ഊർജം ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ലതാണ്. 5-ാമത്തെ പടി പ്രത്യാഹാരം. ഇത് നമ്മുടെ ബോധത്തിൽ നമ്മൾ പരിസരത്തിലെ കാര്യങ്ങളെല്ലാം എപ്പോഴും നമ്മൾ വളരെയധികം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരിക്കൽ പോലും നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. മറ്റ് വെളിയിലുള്ള കാര്യങ്ങൾ മാത്രം എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഏകാഗ്രമായിട്ട് മനസ്സ് വയ്ക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടിയുള്ള പ്രാക്ടീസാണ് ഈ പ്രത്യാഹാരം. അത് പറയുന്നത് നമ്മുടെ വെളിയിലുള്ള ദൈനംദിന ആയിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിലായാലും വെളിയിലായാലും ഉള്ള കാര്യങ്ങൾ നല്ല പിടിച്ച് വലിച്ച് നമ്മുടെ മനസ്സിനകത്തോട്ട് തിരിച്ച് നമ്മുടെ ശരീരത്തിനകത്തോട്ട് ടേൺ ചെയ്യുക. ഇൻവേർട്സ് ഔട്ട്വേർഡിൽ നിന്ന് ഇൻവേർട്സിലേക്ക് ടേൺ ചെയ്യുക. ഇതൊരു നാച്ചുറൽ എലിവേഷൻ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. കാരണം ബോധമണ്ഡലത്തിനെ സ്വാഭാവികമായിട്ട് തന്നെ ഉയർത്താനുള്ള ഒരു പരിശീലനമാണ് ഇത്, പ്രത്യാഹാരം. ഇനി 6-ാമത്തെ പടി ധാരണ. ധാരണ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അർത്ഥത്തിലല്ല ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ധാരണ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. നമ്മുടെ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഏകാഗ്രമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം, ഒരു നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യത്തിനെ മനസ്സിൽ വിചാരിക്കുക, അതിൽ ഫിക്സ് ചെയ്തുകൊണ്ട് മനസ്സ് അതിനകത്തോട്ട് ആവാഹിക്കുക എന്നുള്ളതാണ്. അത് പക്ഷേ ഒരിക്കൽ സിമ്പിളായിരിക്കാം. നമ്മളൊരു സിമ്പിൾ ആയിട്ട് ഒരു മോഡൽ ആയിട്ട് എന്തെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഒരു മന്ത്രം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഗ്രഹം സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക, ഏകാഗ്രമായിട്ട് ഇരിക്കുക. അതുമായിട്ട് ആ സിമ്പിളുമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. അതിനകത്ത് ചിലപ്പോഴും ഹരി ഓം എന്ന് പറയുന്നവരുണ്ട്, ചിലപ്പം ഓം ശിവായ എന്ന് പറയുന്നവരുണ്ട്, ചിലപ്പം വേറെ ഏതെങ്കിലും മന്ത്രങ്ങൾ ഇങ്ങനെ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഗ്രഹത്തിനെ മനസ്സിൽ കണ്ടിട്ട് ആ വിഗ്രഹത്തിലേക്ക് മനസ്സ് ആവാഹിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ധ്യാനം. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മെഡിറ്റേഷനാണ്. This is meditation where the mind now became continuously focused on a chosen subject. There is no interruption on. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ധാരണ പറഞ്ഞതും ഇത് തന്നെയാണല്ലോ. അതിപ്പം അന്നേരം ധ്യാനം പിന്നെ എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കാം. ഇതൊരു മെഡിറ്റേഷനാണ്. അതിനകത്ത് നമ്മുടെ മനസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഫോക്കസ് ചെയ്യണം. ഒരു കാര്യത്തിലേക്ക് നമ്മൾ തുടക്കത്തിൽ തന്നെ തുടർച്ചയായിട്ട് ഒട്ടും തന്നെ ഇൻ്ററപ്ഷൻ, വെളിയിൽ അകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഇടതടവില്ലാതെ പോകുന്നതിനെയാണ്. ഇടയ്ക്കൊരു സ്റ്റോപ്പൊന്നുമില്ല, ഇടതടവില്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ധ്യാനം ആവുന്നത്. എന്നിട്ട് ഇതിനകത്തുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ഒരു സിമ്പിളായിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. ധാരണ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വെള്ളം തുള്ളിയായിട്ട് ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓരോ ഡ്രോപ്പ് വീണു, തൊട്ടടുത്ത ഒരു ഡ്രോപ്പ്, അടുത്ത ഡ്രോപ്പ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അന്നേരം ഓരോ ഡ്രോപ്പിൻ്റെ ഇടയിലും ഒരു സ്പേസ് ഉണ്ട്, ഒരു സമയമുണ്ട്. അതിനാണ് ഇൻറ്ററപ്ഷൻ എന്ന് പറയും. അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യും. അതാണ് ധാരണ. നേരെ മറിച്ച്
ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേൻ ഇങ്ങനെ താഴോട്ടിങ്ങനെ ചെറിയ ട്യൂബിൽ കൂടെ അങ്ങനെ ഒഴിക്കുമ്പോൾ അതെങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. അതെങ്ങനെയാണ് പോകുന്നത്? തുള്ളി തുള്ളിയായിട്ടല്ല പോകുന്നത്. അത് ഒരൊറ്റ നൂൽ ചരട് പോലെ ഒറ്റ സ്മൂത്തായിട്ട്, വളരെ സ്മൂത്തായിട്ട്, മൃദുലമായിട്ട്, വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്ട്രീം ഇങ്ങനെ ഉത്പാദിപ്പിക്കുകയും അതിനകത്ത് ഇടയ്ക്കൊരു ഇൻറ്ററപ്ഷൻ വരുന്നില്ല. വിത്തൗട്ട് ഇൻറ്റർപ്ഷൻ. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് കഴിഞ്ഞിട്ട് 8ാമത്തെ പടിയുണ്ട്. അതാണ് സമാധി. This is the final stage of enlightenment. It happens when we become so absorbed in our meditation that we even forget ourselves. ഈ സമാധി എന്ന് പറയുമ്പോൾ നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുന്നവർക്ക് അറിയാം, ഞാൻ ധ്യാനത്തിൽ ഇരിക്കുകയാണെന്നുള്ളത് അവർക്കറിയാൻ പറ്റും. പക്ഷെ ഈ സമാധി സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മളെ സകലമായ ശാരീരിക ബോധത്തിൽ നിന്നും നമ്മൾ ഫ്രീ ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുകയില്ല. നമ്മളെല്ലാം ഫോർഗെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മളെ തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. പക്ഷെ ഇത് കേട്ടൊന്നും നമ്മൾ ആരും തന്നെ ഭയപ്പെടേണ്ടത ഒരു കാര്യമില്ല. ഇതുപോലെ ഇത്രയും ദുഷ്കരമായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം നമുക്കില്ല. പക്ഷേ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീല പ്രഭുപാദർ നമുക്ക് നല്ല വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് കൃഷ്ണാവബോധം. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നമ്മൾ കൃഷ്ണാവബോധത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ എല്ലാവിധ യോഗങ്ങളുടെയും ഗുണങ്ങളും നമ്മിൽ സ്വാഭാവികമായും എത്തിച്ചേരും. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് 9 നവവിധ ഭക്തി എന്ന് പറയും. 9 വിധത്തിലുള്ള ലിംസ് ആണ് ഇതിനകത്തുള്ളത് ആ ഭക്തിക്കുള്ളത്. ഏറ്റവും സന്തോഷകരവും ശാശ്വതമായ ഈ വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നിവേദനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷന് നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് അഷ്ടാംഗ യോഗമല്ല, ഭക്തിയോഗയാണ് നമ്മൾ പരിശീലിക്കുന്നത്. ആ ഭക്തിയോഗത്തിൽ നിന്ന് വരുന്ന ഭക്തി പ്രക്രിയകളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച ശ്രവണം, കീർത്തനം തുടങ്ങിയ 9 ക്രിയകൾ. ഇതെല്ലാം ഭാഗവതത്തിൽ ഉള്ളതാണ്. ഭഗവത്ഗീത 10ാം അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അഹം സർവസ്യ പ്രഭാവോ മൊത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ഭൂത ഭാവസമന്വിത. അഹം സർവസ്യ പ്രഭാവോ മത്ത സർവപ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ഭൂത ഭാവസമന്വിത. ഭൗതികമായ ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായും അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായും അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. ഇതാണ് ഈ ശ്ലോകത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ശ്ലോകം കൊണ്ടുണ്ട്, 60. ഈ അധ്യായത്തിൽ തന്നെ 60ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. യഥാതോ ഹ്യാപി കൗന്തേയ ഉഷസ്യ വികിഞ്ചിത ഇന്ദ്രിയാണി പ്രമാഥിനി ഹരിന്തി പ്രസവം മനഃ. യതോ ഹ്യാപി കൗന്തേയ പുരുഷസ്യ വികിഞ്ചിത ഇന്ദ്രിയാണി പ്രമാഥീനി ഹരിന്തി പ്രസവം മനഃ. യതോ ഹ്യാപി കൗന്തേയ പുരുഷസ്യ വികിഞ്ചിത ഇന്ദ്രിയാണി പ്രമാഥീനി ഹരിന്തി പ്രസവം മനഃ. വാക്കർത്ഥം, കൗന്തേയ, ഹേ കുന്തിപുത്ര,
യതത അഭി യത്നിക്കുന്നവനായാലും വിപഞ്ചിത തിരിച്ചറിയാൻ കഴിവുള്ള പുരുഷൻ്റെയും മനസ്സിനെ പ്രമാധിനി ക്ഷോഭകാരികളായ ഇന്ദ്രിയങ്ങൾ പ്രസവം ബലാത്കാരേണ കരന്ദേഹി കവർന്നെടുക്കുക തന്നെ ചെയ്യുന്നു. വിവർത്തനം ഭാവാർത്ഥം ശ്രീലപ്രഭാതർ ജയ്. വിവർത്തനം: ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ്. അർജുന, അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു കൊണ്ടുപോകുന്നു. ഭഗവാന് അർജുനനോട് പറയുന്ന കാര്യങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയാണ്, പക്ഷേ നേരെ മറിച്ച് വളരെയധികം ശക്തിമത്വമാണ്, കരുത്തുള്ളവയുമാണ്. അർജുന, അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു കൊണ്ടുപോകുന്നു. ഇതിന്റെ ഭാവാർത്ഥം വായിക്കാം. ജ്ഞാനികളായ ഋഷികൾ, തത്വചിന്തകർ, അതീന്ദ്രിയവാദികൾ എന്നിങ്ങനെ പലരും ഇന്ദ്രിയജയത്തിനായി യത്നിക്കുന്നുണ്ട്. ആ പ്രയത്നങ്ങളെല്ലാം ആയിരുന്നിട്ടും അവരിൽ ഉത്തമമർ പോലും മനോവിഷവും മൂലം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് ചിലപ്പോൾ അടിമയാക്കുന്നു. മഹർഷിയും വിശിഷ്ടയോഗിയുമായിരുന്ന വിശ്വാമിത്രനും യോഗ പരിശീലനം കൊണ്ട് കർക്കശ തപശ്ചര്യ കൊണ്ടും ഇന്ദ്രിയജയത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കെ തന്നെ മേനകയാൽ വഴിപിഴപ്പിക്കപ്പെട്ട ലോകചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒട്ടേറെയുണ്ട്. പൂർണ്ണമായും കൃഷ്ണാവബോധം ഉദിച്ചല്ലാതെ ഇന്ദ്രിയ മനോനിയന്ത്രണങ്ങൾ ലഭിക്കില്ല. മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിക്കാതെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാനും സാധിക്കുകയില്ല. ഒരു മഹാഭക്തനും തപസ്വിയുമായ ശ്രീ യമനാചാര്യൻ്റെ വാക്കുകൾ ഇതിന് ഉദാഹരണമാണ്. യഥവധി മമ ചേത കൃഷ്ണപാദാരവിന്ദേ നവനവ രസദാമം മ്യൂദ്യതം ജന്തുമാസിത് തദവിധിബത നാരീ സംഘമേ സ്മരണാമാണേ ഭവതി മുഖവികാര സൃഷ്ട നിഷ്ഠീവനം ച. ഭഗവാൻ കൃഷ്ണന്റെ പാദാരവിന്ദ സേവനത്തിൽ എൻ്റെ മനസ്സ് ഉത്സുകമായതിനു ശേഷം അങ്ങനെ നിത്യനൂതനമായൊരു അതീന്ദ്രിയ സ്ഥിതി എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയ ശേഷം ഒരു സ്ത്രീയുമായുള്ള സംഭവത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് വിരക്തി തോന്നുന്നു. ഞാൻ ആ ചിന്തയെ പോലും പുച്ഛിച്ചു പോകുന്നു. അത്രമേൽ ദ്രവ്യമായൊരു വിശിഷ്ടാനുഭൂതി അത്രേ കൃഷ്ണാബോധം. ഭൗതിക ഭോഗങ്ങൾ അതിനു മുമ്പിൽ അനാസ്വാദ്യങ്ങളാണ്. വിശക്കുന്ന ഒരാൾക്ക് പോഷകങ്ങളായ ഭക്ഷ്യപദാർത്ഥങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചാൽ ഉണ്ടാകുന്ന പോലെ ഒരനുഭവമാണത്. കൃഷ്ണാബോധത്തിൽ മുഴുകിയിരിക്കുന്ന അംബരീഷ് മഹാരാജാവ് ദുർവാസാവ് മഹർഷിയെ പരാജിതനാക്കിയല്ലോ. ഇന്ദ്രിയ നിയന്ത്രണത്തിന് പല വഴികളും തേടുന്നവരുണ്ട്. ഋഷിമാർ, യോഗികൾ, തത്വചിന്തകർ, ജ്ഞാനികൾ, ഇങ്ങനെ പലരും ഇന്ദ്രിയജയത്തിനായി ശ്രമിക്കുന്നു. ഇങ്ങനെ വലിയ പരിശീലനത്തിൽ കൂടി ഇന്ദ്രിയ നിയന്ത്രണത്തിൽ പോകുമ്പോഴും പലർക്കും കാലിടറി വീഴാറുണ്ട്. വളരെ ശ്രേഷ്ഠരായ ഋഷിമാർ, യോഗികളും ഇങ്ങനെ താഴെ പതിച്ചതായി ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം വിശ്വാമിത്ര മഹർഷിയുടെയും മേനകയുടേതുമാണ്. എന്താണ് ഇതിന് കാരണം? ഇതെല്ലാം തന്നെ പരമദിവ്യോത്തമപുരുഷനായ ഭഗവാനിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്താണ് സംഭവിക്കുന്നത്. യോഗത്തിൻ്റെ അത്യന്തം ഉയർന്ന നിലയിലാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം ഇല്ലെങ്കിൽ ഇന്ദ്രിയജയം സാധ്യമല്ല. ഈ സത്യം മനസ്സിലാക്കാതെ ഇന്ദ്രിയ നിയന്ത്രണത്തിന് ശ്രമിക്കുന്നവർ പരാജയപ്പെടും. കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന അംബരീഷ മഹാരാജാവിനെ പരാജയപ്പെടുത്താൻ ദുർവാസാവ് മുനി എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും സാധിച്ചില്ല.
ക്ഷിപ്രകോപിയായ ദുർവാസ മുനിക്ക് തൻ്റെ കോപം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. പക്ഷെ അവസാനം ദുർവാസ മുനിക്ക് അംബരീഷ മഹാരാജാവിൻ്റെ കാൽക്കൽ അഭയം പ്രാപിക്കേണ്ടതായി വന്നു. എന്തുകൊണ്ടെന്നാൽ അംബരീഷ മഹാരാജാവ് അടിയുറച്ച കൃഷ്ണാവബോധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഭക്തന് ദുഃഖം ഉണ്ടാക്കാൻ ശ്രമിച്ച ദുർവാസാവ് മുനിക്ക് ഭഗവാൻ ശിക്ഷ നൽകുകയും ചെയ്തു. കഠോപനിഷത്ത് ഇങ്ങനെ പറയുന്നു. കഠോപനിഷത്ത് 1:3-3:4. ആത്മനാം രഥീനം വിദ്ധി ശരീരം രഥമേവ ച ബുദ്ധി തു സാരഥീം വിദ്ധി മന പ്രഗ്രഹമേവ ഇന്ദ്രിയാണി ഹയാനുഹുർ വിഷയം സ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹൂർ മനീഷിണം. ഭൗതികദേഹമാവുന്ന രഥത്തിലെ തേരാളിയാണ് ജീവാത്മാവ്. ബുദ്ധിയാണതിനെ നയിക്കുന്ന സാരഥി. മനസ്സ് കടിഞ്ഞാണും ഇന്ദ്രിയങ്ങൾ കുതിരകളുമത്രേ. ഇന്ദ്രിയങ്ങളുടെ മനസ്സിൻ്റെയും സമ്പർക്കത്താൽ ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അഭിജ്ഞരായവർ ഇത് മനസ്സിലാക്കുന്നു. ഒരിക്കൽ കൂടെ വായിക്കാം. ഭൗതിക ദേഹമാകുന്ന രഥത്തിലെ തേരാളിയാണ് ജീവാത്മാവ്. ബുദ്ധിയാണ് ഇതിനെ നയിക്കുന്ന സാരഥി. മനസ്സ് കടിഞ്ഞാണും ഇന്ദ്രിയങ്ങൾ കുതിരകളുമത്രേ. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സമ്പർക്കത്താൽ ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അഭിജ്ഞരായവർ ഇത് മനസ്സിലാക്കുന്നു. മനസ്സിനെ വഴികാട്ടേണ്ടതാണ് ബുദ്ധി. എങ്കിലും തൻ്റെ വാശിയും ബലവും കൊണ്ട് പലപ്പോഴും അത് ബുദ്ധിയെ കീഴടക്കുന്നു. ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിച്ചതുപോലെ ഹരേ കൃഷ്ണ എന്ന മോക്ഷദായക മഹാമന്ത്രം ഏറ്റവും വിനയത്തോടെ ജപിക്കുക മാത്രമാണ് മനോനിയന്ത്രണത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞ ഉപായം. മനസ്സിനെ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. ഹരേ കൃഷ്ണ മന്ത്രം മഹാമന്ത്രമാണ്. തൻ്റെ മനസ്സ് പൂർണ്ണമായും കൃഷ്ണനിൽ അർപ്പിക്കുക. എന്നാൽ മാത്രമേ മനസ്സിനെ അലട്ടുന്ന പ്രവൃത്തികൾ എല്ലാം ഇല്ലാതാവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ 2 ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഹരേ കൃഷ്ണ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ചോദിച്ചാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാംസ് പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കേൾക്കാമായിരുന്നോ മാതാജി? കേൾക്കാം. കേട്ടോണ്ടിരിക്കും. എല്ലാവർക്കും കേൾക്കാം. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്? ഇല്ല. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ചെയ്യാം മാതാജി. ഓക്കെ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ.